പൂവാല നിരോധിത മേഖല. ഇത് കൊള്ളാലോ പരിപാടി. എന്താ ബസ് കുളിക്കാൻ പോവാ? സിനിമയ്ക്ക് പോയാലോ? കാലത്ത് ഇറങ്ങി ഒരു വാന ഷർട്ട് അയ്യോ. ഹലോ സുന്ദരി. ബസ് കാത്ത് നിൽക്കായിരിക്കും അല്ലേ? ബസ് സ്റ്റോപ്പിൽ സാറിന് ബസ് കാത്താണ് നിൽക്കാറ്. പ്ലെയിൻ കിട്ടിയാലും പോകാൻ വിരോധമൊന്നുമില്ല. ഈ ബോർഡ് കണ്ടില്ലേ? ഇത് ഞാൻ എഴുതിപ്പിച്ചു വെച്ചതാണ്. ഇവിടെ പൂവാലന്മാരുടെ ശല്യം വളരെ കൂടുതലാണ്. സുന്ദരിക്ക് പൂവാല ശല്യമൊന്നുമില്ലല്ലോ. ഞാൻ ചാർജ് എടുത്തത് പിന്നെ ഈ വഴി ഒറ്റ പൂവാലന്മാരും വരാറേ ഇല്ല. പകരം സാറുണ്ടല്ലോ. സുന്ദരിയെ ആരും ശല്യം ചെയ്യാതിരിക്കാനാണ് ഞാൻ പ്രത്യേകിച്ച് ഇങ്ങോട്ട് വരുന്നത്. നിങ്ങൾ കോളേജിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ പൂവാലന്മാരുടെയോ കിളികളുടെയോ ശല്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. ഇവിടെ പൂവാല ശല്യമില്ലല്ലോ? ഇവിടെ പൂവാല ശല്യമുണ്ടോ? പൂവാല അല്ല മക്കളെ, പൂവാറ് പോവാനാ. ബസ് വരുമ്പോ പറയണേ. വിൽസൺ പാറയക്കാരനെ എല്ലാവരോടും തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സി കെ എന്ത് വില കൊടുത്തും ആ പുരുഷന്റെ പിള്ളേർ അഡ്വാൻസ് ചെയ്ത ഭൂമി നമുക്ക് സ്വന്തമാക്കണം. ആ ദാവൂദിന്റെ പിന്നാമികൾ വരുന്നുണ്ട്. പാറയക്കാരാ, ആ കാര്യം എനിക്ക് വിട്ടതാ. പുഷ്പം പോലെ ആ പിള്ളേരുടെ കയ്യിൽ നിന്ന് ആ ഭൂമി സി കെ വാങ്ങിച്ചു തരും. ഒരു 50,000 എറിഞ്ഞു കൊടുക്കേണ്ടി വരും. ആ എന്നാ സി കെ വിട്ടോളൂ. എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാ? ഞാനോ? എന്താടോ? അത് മോളെ ഇരിക്കല്ലേ? അല്ലടോ, എന്റെ ഭാര്യ. അതെയോ? യോഗം ചെയ്തവൻ. കുഴി പോവാറായി. ആടെ കാര്യം നീ പറയുന്ന എത്ര എന്റെ വില? 40 രൂപ. 40 വളരെ കുറവാണല്ലോ. 2 കത്തിയുടെ കാശല്ലേ ചോദിച്ചേ? 1 കത്തിയുടെ. അതിന് ഞാനും പറഞ്ഞേ. ആ അതേ അവന്മാരോട് നിൽക്കണ്ടേ? വണ്ടി നിർത്ത്, നിർത്തേ. നിങ്ങളാരും വരണ്ട, ഞാൻ ഡീൽ ചെയ്തോളാം. അയ്യോ നല്ല മൂർച്ച. ഒന്നേ കാറ് പോലെ അവിടെ നിർത്താം. എന്തിനാ ഇപ്പൊ ഓടിയത്? ഞാനാ ഓടേ? അതെ, എനിക്ക് രാവിലെ ഇങ്ങനെ ഓടുന്ന ഒരു എക്സർസൈസ്. എക്സർസൈസ് വളരെ നല്ല ശീലമാണ്. ഞാൻ നിങ്ങളെ മുമ്പ് എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഞങ്ങളെയോ? കാണാൻ ഒരു വഴിയില്ല. നിങ്ങളല്ലേ എനിക്ക് ചിക്കനും റമ്മും ഒക്കെ വാങ്ങിച്ചു തന്നത്? ചിക്കൻ റമ്മ ഞങ്ങൾ വാങ്ങിച്ചു തന്നതാ? ലൈഫിൽ ഞങ്ങൾ ആർക്കും അങ്ങനെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ആരെങ്കിലും വാങ്ങി തന്നാ കഴിക്കുവോ? അങ്ങനെ ആരെങ്കിലും വാങ്ങി തന്നാൽ ഞങ്ങൾ കഴിക്കില്ല. പിന്നെ സ്നേഹത്തോടെ ആരെങ്കിലും വാങ്ങി തന്നാൽ ഞങ്ങൾ വേണ്ടെന്നും പറയില്ല. പിന്നെ പോവാല്ലേ? പോവാലോ. നല്ല ടേസ്റ്റ്. ഒരു കുപ്പിയും കൂടി ആവാല്ലേ? ആവാലോ. ചിക്കനും വേണം. ജയ്സ, ഒരു കുപ്പിയും 2 ചിക്കനും. ജയ്സ, കൈ ഒഴിവുള്ളപ്പൊക്കെ ചിക്കൻ പോന്നേട്ടോ. അത് വേണേ? അത് വേണം. പിന്നെ ആ ഭൂമി നമുക്ക് അങ്ങ് കൊടുത്താലോ? ഏത് ഭൂമി? അല്ല, നമ്മൾ ഇന്നലെ അഡ്വാൻസ് കൊടുത്ത ഭൂമി. 50,000 രൂപ ലാഭത്തിന് ഒരു പാർട്ടി വാങ്ങാൻ തയ്യാറാ. കൊടുക്കൂ? അത് കൊടുക്കുന്നില്ല. അതങ്ങ് കൊടുക്കുന്നതാണ് നല്ലത്. കൊടുക്കുന്നതല്ല. എന്തിനാ ഈ കത്തി? ഷോയ്ക്ക്. ഓക്കെ, എങ്ങനെയുണ്ട് ഈ കത്തി? കത്തി തീർക്കാനില്ല. എനിക്ക് പോയിട്ട് എടുക്കണ്ട്. പോയിട്ട് വരാം. അല്ല, കുപ്പി പറഞ്ഞിട്ടുണ്ട്. കത്തി കൂട്ടിയിടണം. സീക്കേക്ക് പറ്റിയോരാ പുള്ളി. അപ്പോ നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നും അല്ലല്ലോ, മഹാമിടുക്കന്മാരാണല്ലോ. അപ്പോഴേ ഇത് നമ്മുടെ സ്ഥലം കാണാൻ ഒരു പാർട്ടി വന്നു. എന്താടാ നിന്റെ കയ്യിലൊരു ജ്യോതി? ഇതൊരു പാന്റും ഷർട്ടുവാ. അതിന് നന്നായിട്ട് ചേരും. ഫാഷൻ ടെക്സ്റ്റൈൽസ് ഞാൻ പറഞ്ഞു മേടിച്ചതാ. മറ്റേ പാർട്ടി വരുമ്പോ ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? ഇത് പിടി എന്നാ പിടി. നിന്റെ ഒരു പാന്റും ഷർട്ടും. അതെ, മേനോന് പാർട്ടി വരുന്നുണ്ടോ? മാറി. ഹലോ. അയ്യോ, ഗിഫ്റ്റ് ഒന്നും വേണ്ടായിരുന്നു. എന്തിനാ? ഗിഫ്റ്റ് ഒന്നുമല്ല, ഇവിടുന്ന് പുറത്തേക്ക് വീണതാ. ഇത് അണ്ണന് വേണ്ടി ഞാൻ പ്രത്യേകം വാങ്ങിച്ചതാ. കണ്ടിട്ട് പുള്ളിക്ക് പിടിച്ചില്ല. ഇത് നല്ല സ്റ്റഫാണല്ലോ.
ഇത് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യും. പിന്നെന്താ? ജോൺസൺ ആൻഡ് ജേസൺ ഒരു ഗുലുമാല കേസായിരുന്നു. ഇപ്പൊ കാണാൻ പോകുന്ന വസ്തുവും അതൊരു അബദ്ധം പറ്റിപ്പോയതല്ലേ. നല്ല ഒന്നാന്തരം ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ ഈ സിറ്റിയിൽ ഇതുപോലെ കണ്ണായ സ്ഥലം വേറെ ഇല്ല. ഹാർട്ട് ഓഫ് ദ സിറ്റി. ഓക്കേ, എന്നെ താമസിപ്പിക്കണ്ട. ഞാനേ ഇതൊന്ന് ഇട്ടേച്ചും വരാം. അയ്യോ, കാലേ കയറി ചവിട്ടില്ല, ചെറിയൊരു അബദ്ധം പറ്റിയിരിക്കുക. ആ ദേ 1.5 ഏക്കറുണ്ട്. സെന്റിന് 40,000 രൂപ പറയുന്നത്. അത് കുറച്ച് കൂടുതലാണ്. അടുക്കുമ്പോ ഒരു വിട്ടുവീഴ്ചയൊക്കെ വരുമല്ലോ. അതാണല്ലോ ബിസിനസ്. അതുകളാ. അതെന്താ ഒരു ബോർഡ് കാണുന്നത്? അത് ബോർഡറാ. ഏതിന്റെ? അത് ബോർഡാണല്ലോ. ടെലിഫോൺ ഓഫ് ദി കൺട്രിമെന്റൽ പൊസിഷൻ. എന്താ ഇത് ശരിക്കും? അത് പിന്നെ ആ. ഇവിടെ ഒരു ടെലിഫോൺ ഉണ്ട്. ആ. അത് ഇവിടുന്ന് എക്സ്ചേഞ്ച് ചെയ്യാനാ. അപ്പൊ ഇത് തെറ്റിപ്പോയോ? ഇല്ല. പറയണോ? അതെ, അതിനു വേണ്ടി എഴുതി വെച്ചിരിക്കുന്നു. എന്താണ് ഈ ബോർഡ്? ബോർഡ്. നീ പാന്റും ഷർട്ടും കൊണ്ട് തന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇന്നെന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. സോറി അണ്ണാ. ഓറിയാ, ഇനി പാന്റ് എടുത്ത പരിപാടിയിലെ ഷർട്ട് എടുത്ത പരിപാടിയിലെ ഇങ്ങനെ തൊലച്ചല്ലേ എനിക്ക് തല്ലുകൊണ്ട് കണ്ടട കളയാറില്ല. അടിച്ചാണെങ്കിൽ അവിടെ ഇരിക്കട്ടെ. ഇനി മേലാലി ഷർട്ട് വേണം. അത് പോട്ടെ. പാന്റ് വേണ്ട. പാന്റ് ഊരി. നീ പാന്റ് ഷർട്ട് ഇടുന്ന പരിപാടി ഇതൊന്നും തൊലച്ചാൽ നീ അത് പോട്ടെ. പോട്ടെ. കാരണം എന്റെ ജീവിതം ഓടിക്കോ. നടക്കോട്ടം. എടാ അപ്പു, എവിടെ പോയി കിടക്കണേ കുമാരെ? ഈ സന്ധ്യ കഴിഞ്ഞ നേരത്ത് അകത്ത് ലൈറ്റും ഫാനും ഇട്ട് വീടും പൂട്ടി ഇവന്മാരെ എവിടെ തെണ്ടാൻ ഇറങ്ങി? രാവിലെ വന്നാലും കാണില്ല, വൈകിട്ട് വന്നാലും കാണില്ല. എടാ അനന്താ, അപ്പൂട്ടാ എവിടെ? എന്റെ ഈശോ, എനിക്ക് പേടിയുള്ള കർത്താവേ, എന്റെ മാതാവേ, ഈശോറിയോസേപ്പേ, എനിക്ക് തലകറങ്ങുള്ളൂ. എന്റെ അമ്മേ, എന്റെ ശരീരം വിറയ്ക്കണേ. എന്റെ മാതാവേ, എന്റെ മാതാവേ. എന്റെ അമ്മേ, അയ്യോ, ദൈവമേ. ഈ മിസൈൽ അങ്ങോട്ട് അങ്ങനെ മാറ്റി പിടിക്കും. അവിടെ ഇവിടെ വയ്ക്കട്ടെ. എവിടെയായിരുന്നു ഇത്രയും നേരം? ഞങ്ങൾ തൃശ്ശൂർ പൂരം കാണാൻ പോയിരുന്നു. കണ്ടറിഞ്ഞൂടെ മാർക്കറ്റിൽ പോയാണെന്ന്. ഇനി എന്നും മായയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാലോ. ആ, കുറച്ചു മുൻപ് ഇവിടെ ആരോ വന്ന് ബെല്ലടിച്ചു. ഞാൻ വാതിൽ തുറക്കാൻ വന്നപ്പോ നിലവിളിച്ചോണ്ട് ഓടിപ്പോയി. ഞാനൊന്ന് പേടിപ്പിച്ചതാ. എനിക്ക് തോന്നുന്നത് അതാ മറിയമ്മ തള്ളയാണെന്ന്. ബെസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നാളെ എല്ലാരും കൂടെ അങ്ങോട്ട് ഇറങ്ങി കൊടുത്താൽ മതി. ഇയാളോട് ആരാ പറഞ്ഞ ആവശ്യമില്ലാതെ മുൻവശത്തോട്ട് വരാൻ? ഞാൻ നിങ്ങളാണെന്ന് വിചാരിച്ചില്ലേ വാതിൽ തുറക്കാൻ വന്നത്? വാതിൽ തുറക്കാൻ ഇനിയിപ്പോ എന്ത് ചെയ്യൂടാ? എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. മറിയാമ്മച്ചേർത്തി വല വീഴണമെങ്കിൽ നമുക്ക് മറിയാമ്മച്ചേർത്തി കുറച്ച് ഏത്തക്കായ, ഏലക്കായ, മുരിങ്ങക്കായ, ചക്ക, മാങ്ങ, ലഡു ഇതെല്ലാം കൊണ്ട് മറിയാമ്മച്ചേർത്തിന് വീട്ടിൽ കൊണ്ടു നടക്കാം. ഐഡിയ കൊള്ളാം. പക്ഷെ അതിലൊന്നും ആ തള്ള വീട് തോന്നുന്നു. എന്നിട്ടും വീണില്ലെങ്കിൽ ഒരു വഴിയുണ്ട്. എന്ത് വഴി? കട്ടി ചവിട്ടിയാ മതി. ഒരു ചവിട്ടി ഞാൻ നിനക്ക് വെച്ചിരും. ഇതെടുത്ത് അതുകൊണ്ടൊക്കെ നീ വാ. വേഗം തിരിച്ചു വരില്ലേ? ഇല്ല, ഞങ്ങൾ അവിടെ താമസിക്കാൻ പോവാ. മായേനെ തനിച്ചാക്കിയിട്ട് ഞങ്ങൾ എവിടെങ്കിലും പോകുന്നു മായ്ക്ക് തോന്നുന്നുണ്ടോ? നീ വന്നവരില്ലേ? നീ പോടാ. ഇതൊക്കെ എടുത്ത് അകത്ത് വെച്ചോട്ടാ, ഞങ്ങൾ ഇപ്പൊ വരാം. ആ, യോ വാതിലടച്ചേരെ കള്ളന്മാരുണ്ടാവും.